കർത്താവിൽ സ്നേഹിതരെ, ഇന്ന് സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണിന്ന്. ലോകമാസകലം ആത്മഹത്യാ പ്രതിരോധം എന്ന പ്രമേയം മുൻനിർത്തി ചിന്തകളും ചർച്ചകളും ഒക്കെ നടത്തുന്ന ദിവസമാണ്. ആത്മഹത്യ വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പലതരത്തിലുള്ള കാരണമുണ്ട്. നമ്മുടെ സോഷ്യൽ സിനാറിയോ മാറി വരുന്നു, നമ്മുടെ സാമ്പത്തിക സിനാറിയോ മാറി വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളിലും യുവാക്കളിലും പ്രായമായവരിലും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരിലും ആത്മഹത്യ പെരുകി വരുന്നതായിട്ടുള്ള ഒരു വളരെ സങ്കടകരമായ പരിതോവസ്ഥയാണ്. അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാകും എന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു ചർച്ചയും ഇൻ്റർവ്യൂവുമാണ് നടക്കുന്നത്. വിഭാസനയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കാരണങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയും നമ്മളോട് സംസാരിക്കുവാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലും പ്രമുഖ മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് സാറാണ്. ഡോക്ടറെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണല്ലോ. ഇങ്ങനെ ഒരു ദിനം ആചരിക്കേണ്ടതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് ഡോക്ടർ? ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായിട്ട് സെപ്റ്റംബർ മാസം 10 ആചരിക്കുന്നത് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ അതിൻ്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എൻഡോഴ്സ്മെൻറ്റിലുമാണത് അങ്ങനൊരു ദിനം ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രിവെൻറ്റബിൾ ഡെത്ത്, നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു മരണം, അതിനെ എങ്ങനെ സമീപിക്കണം, അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ ഒരു ദിനാചരണം തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് ഓരോ വർഷവും അതിനായിട്ട് ഓരോ തീം, ഓരോ പ്രമേയങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഈ വർഷം അതിൻ്റെ തീം ചേഞ്ച് ദ നറേറ്റീവ്, ആഖ്യാനങ്ങൾ ഒന്ന് മാറ്റുക അബൌട്ട് സൂയിസൈഡ്, ചേഞ്ച് ദ നറേറ്റീവ്സ് അബൌട്ട് സൂയിസൈഡ് ആൻഡ് ഹോപ്പ് ത്രൂ ആക്ഷൻ. നമ്മൾ നമ്മുടേതായ ചില പ്രവർത്തനങ്ങളിൽ കൂടി ഒരു പ്രത്യാശ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ചോദിച്ചല്ലോ. അതിൻ്റെ ഒരു വളരെയധികം നമ്മളെ അങ്കലാപ്പിലാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ് അത് നിലവിലുള്ളത്. ഏതാണ്ട് 8 ലക്ഷത്തോളം ആൾക്കാർ ഒരു വർഷം ഈ സ്വയം ഹത്യ, ആത്മഹത്യ എന്നുള്ള വാക്കിനേക്കാളും ഞാനിപ്പോൾ ഈയിടെയായിട്ട് സ്വയം ഹത്യ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അതിൻ്റെ ഒരു ചെറിയ ചില ഒരു സ്പിരിച്വൽ ഡയമെൻഷൻസും കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 8 ലക്ഷം പേര് ഒരു വർഷം ലോകത്തിൽ മരണപ്പെടുന്നു ഈ ഒരു വഴിയിൽ കൂടി. അപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ക്രമാനുഗതമായൊരു വർധന എത്തിയിട്ട് ഇപ്പോൾ 10,000-ത്തിലധികം പേര് ഒരു വർഷം ഈ സ്വയം ഹത്യയിലൂടെ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതുണ്ട്. റോഡപകടങ്ങളുടെ എണ്ണം നമ്മൾ വളരെ വലിയ ആശങ്കാജനകമായിട്ട് പറയുന്ന 4,000-ൻ്റെയും ഏതാണ്ട് ഇരട്ടിയിലെ അധികം പേര് ഈ സ്വയം ഹത്യയിലൂടെ മരണപ്പെടുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. നമ്മളതിനെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്, ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു രംഗമായതുകൊണ്ടാണ് ഈ ഒരു ദിനാചരണത്തിൻ്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. ഡോക്ടർ, അതുപോലെ ഈ ആധുനിക ജീവിതത്തിൻ്റെ മാറ്റപ്പെടുന്ന ചില ക്രമങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? ആത്മഹത്യയായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. ഇപ്പം യൂത്ത് സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസമായിട്ട്, വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ലോകമെമ്പാടുമുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും. അതായത് 15 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്കുള്ള മരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആത്മഹത്യയാണ്. അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ, കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്നും മാറ്റപ്പെടുന്നത് ഈ സ്വയം ഹത്യയിലൂടെയാണ്. അപ്പോൾ അതൊരു വലിയ ഒരു പ്രതിഭാസമായിട്ട് വരാനായിട്ടുള്ളൊരു പ്രധാന കാരണം, പല കാരണങ്ങളും അതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യയെപ്പറ്റി പറയുമ്പോൾ തന്നെ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സിംഗിൾ റീസൺ അല്ല ഉള്ളത്. അത്
ഒരു മൾട്ടി ഡയമെൻഷണൽ അല്ലെ പല രീതിയിലുള്ള മാനങ്ങളുള്ള കാരണങ്ങളാണ് ഓരോ സ്വയം ഹത്യയുടെ പിന്നിലും ഉള്ളത്. അതിനകത്ത് ബയോളജിക്കലായിട്ടുള്ള ജൈവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്, സൈക്കോളജിക്കൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, സോഷ്യൽ, സ്പിരിച്വൽ, പല തലങ്ങളിലുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെ സമൂഹത്തിൽ ഈ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ യൂത്തിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, മൂല്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ സാമൂഹിക മാറ്റങ്ങൾ അത് ഈ ഒരു പ്രേരക ഘടകങ്ങൾ, ഒരു കാരണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പ്രേരക ഘടകമായിട്ട് മാറുകയും അത് ഈ യൂത്ത് സൂയിസൈഡിൻ്റെ വർധനയ്ക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ നിലവിലുള്ള പഠനങ്ങളും അറിവുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ കുട്ടികളിലും വളരെയധികം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. ഈ മൊബൈൽ അഡിക്ഷൻ അതിലൊരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു പ്രതികരണത്തിൻ്റെ ബാക്കി തന്നെയാണ്. ഈ മാറി വരുന്ന, ഇപ്പോൾ നമുക്കറിയാം ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ വരുന്നതും ആ പ്രവൃത്തി ഉണ്ടാകുന്നതും ഒരാളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ, പ്രതികരണങ്ങൾ. ഇപ്പം 3 കാര്യങ്ങളാണ്: ഇമോഷൻസ്, തോട്ട്സ്, ബിഹേവിയർ. ഇതെല്ലാം ഏറ്റവും ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എത്തിച്ചേരുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലാണ്. ആ മസ്തിഷ്കം രൂപപ്പെടുന്നത് 2 സ്വാധീനങ്ങളിലല്ല. ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ്, അത് നമുക്ക് വലുതായിട്ടൊന്നും മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പക്ഷേ ഭാവിയിൽ അതിനുള്ള മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. രണ്ടാമത് ആ മസ്തിഷ്കം രൂപപ്പെട്ടു വരുന്ന എൻവയൺമെൻ്റ് ഉണ്ട്. ആ മസ്തിഷ്കം, മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ വലിയൊരു വിസ്മയവും അതിശയകരവുമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്, ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അത് രൂപപ്പെട്ട് വരുന്നത് സാമൂഹിക ഘടകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ആ രൂപപ്പെടൽ ഏറ്റവും കാര്യമായി സംഭവിക്കുന്ന ഒരു കാലഘട്ടം ചൈൽഡ്ഹുഡാണ്. ശൈശവവും ബാല്യവും കൗമാരത്തിലും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ മസ്തിഷ്കം രൂപപ്പെടുന്നതിനകത്ത് കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ എക്സ്പോഷറാണ്. ആ ഡിജിറ്റൽ ടെക്നോളജി, കുട്ടികൾ കളിക്കുന്നതും കുട്ടികൾ പഠിക്കുന്നതും കുട്ടികളുടെ സാമൂഹിക ബന്ധങ്ങളും എല്ലാം തന്നെ ഈ ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ഇൻ്റർവ്യൂ പോലും നടക്കുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ ടെക്നോളജി ആ കുട്ടികളുടെ തലച്ചോറിലെ വികാരങ്ങൾ രൂപപ്പെടുന്നതും അവരുടെ ചിന്തകൾ രൂപപ്പെടുന്നതും അവരുടെ പ്രതികരണങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമോഷൻസ്, തിങ്കിങ്, ബിഹേവിയറൽ റെസ്പോൺസസ്, ഇത് രൂപപ്പെടുത്തുന്നതിൽ ഈ ഡിജിറ്റൽ ടെക്നോളജി വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സം ഓഫ് ദം ആർ ബെനിഫിഷ്യൽ. ബട്ട് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് വികാരങ്ങളുടെ രൂപപ്പെടലിലും പ്രതികരണങ്ങളിലും ചിന്തകളിലും ഒക്കെ ഡിജിറ്റൽ ടെക്നോളജി വളരെയധികം ഒരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഹാംഫുൾ എഫക്റ്റ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളിലേക്കും പെട്ടെന്ന് എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ, ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദം, ആങ്കർ, ദേഷ്യം, പക, ക്ഷമയില്ലായ്മ, ടോളറൻസ് ഇല്ലായ്മ, ഫ്രസ്ട്രേഷൻ ടോളറൻസ് ഇല്ലായ്മ, അല്ലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ സാധിച്ചു കിട്ടണം, ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, പല കാര്യങ്ങളും കുട്ടികൾക്ക് ക്ഷമയോടെ കാണാനും ഒരു എഫർട്ട് ഇട്ടിട്ട് അതിനെ ഒരു പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിലേക്കുള്ള ഒരു ക്ഷമ ഇല്ലാതെ പോകുന്ന അവസ്ഥ, ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന മസ്തിഷ്ക രൂപവൽക്കരണത്തിൽ, ആ ഒരു ബ്രെയിൻ ഫോർമേഷനിൽ വരുന്ന ഡിജിറ്റൽ സ്വാധീനങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള സ്വയം ഹത്യാ പ്രതികരണങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടെത്തിക്കുന്നതിലൊരു പങ്ക് വഹിക്കാൻ നല്ല സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ നമ്മുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്, നമ്മുടെ സമൂഹത്തിൽ മധ്യവർഗത്തിൻ്റെ ഇടയിൽ മാത്രമല്ല, സമൂഹത്തിൽ ഉന്നതമായി നിൽക്കുന്ന പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ പോലും ആത്മഹത്യാ പ്രവണത വളരെയധികം നമ്മൾ കാണുന്നുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നമ്മളൊരിക്കലും, ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ഡോക്ടേഴ്സ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ഡോക്ടേഴ്സിനുള്ള ആത്മഹത്യകളുടെ എണ്ണം കൃത്യമായ കണക്കില്ല എങ്കിൽ പോലും
ഒരു 30-ലധികം ആത്മഹത്യ കേരളത്തിൽ തന്നെ നടന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമം പാലിക്കാനായിട്ട് അല്ലെ ഒരു നിയമ സമൂഹത്തിൻ്റെ ഒരു കാവൽക്കാരായിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വരുന്ന ആത്മഹത്യ. അപ്പം പ്രൊഫഷണൽസിൻ്റെ ഇടയിലും ഒക്കെ വരുന്ന ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള സാമ്പത്തികമായി ഭദ്രതയുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും ഈ സൂയിസൈഡുകൾ കൂടി വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരു സൈക്കോ സോഷ്യൽ പ്രോസസ്സ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ബയോളജിക്കൽ ഫാക്ടേഴ്സ് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം കൂടുതൽ ഒരു സമ്മർദ്ദം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടോക്സിക് എൻവയൺമെൻറ്റിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദം ഒരു ഡിസ്ട്രെസ്സ് ജോലിയിൽ നിന്നാവാം, വ്യക്തിബന്ധങ്ങളിൽ നിന്നാവാം, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നാവാം, മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ ഡിമാൻഡുകൾക്കനുസരിച്ച് ജീവിക്കാൻ പെർഫോം ചെയ്യാനാണ് ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് വരാത്തത് കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടാണേലും ഈ സമ്മർദ്ദത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദം കൂടി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വരുമ്പോൾ അത് വിഷാദത്തിലേക്ക് ആൾക്കാരെ നയിക്കാം. ആ വിഷാദം വരുമ്പോഴേക്കും സംഭവിക്കുന്നത് ആ ചിന്തകളെല്ലാം ബാഹ്യമായ സാഹചര്യങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇന്നയാൾക്ക് ജോലിയുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, കുടുംബമുണ്ട്, ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ സമ്മർദ്ദം ഒരു വ്യക്തിയെ വിഷാദത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആ ചിന്തകൾ വളരെ നിരാശാഭരിതമാവും. വിഷാദത്തിലിരിക്കുന്ന ഒരു തലച്ചോറിൽ നിന്നും വരുന്ന മനസ്സിൽ നിന്നും വരുന്ന ചിന്തകൾ വളരെ നിരാശയും കഴിഞ്ഞിട്ടുള്ള ചിന്തകളായിരിക്കും. ഒന്നിനോടും ഇഷ്ടപ്പെടാനും ഒന്നും ആസ്വദിക്കാനും കഴിയാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകാരിക അവസ്ഥയിലേക്ക് പോകാം, ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് അവർ പോകാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതം കൊണ്ട് വന്നിരിക്കുന്ന നേട്ടങ്ങളെല്ലാം അവർക്കത് റിക്കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ റിക്കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു പെസിമിസ്റ്റിക് തോട്ട്സ്, ഒരു ഭാവി കാലത്തെ വിലയിരുത്തുന്നതും വർത്തമാനകാലത്തെ വിലയിരുത്തുന്നതും ഭാവിയെപ്പറ്റിയുള്ള അവരുടെ ചിന്തകളും എല്ലാം വിഷാദഭരിതമായിട്ട് മാറുന്നു. അപ്പോൾ എനിക്കിതിൽ രക്ഷയില്ല, എൻ്റെ ജീവിതം ദുസ്സഹമാണ്, ഞാൻ കാരണം മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു ചിന്തയിലേക്ക് അവരെത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ അത് മറ്റുള്ളവരിലുണ്ടാകും. നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്, ഇത്രയും നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ കുടുംബത്തെ അയാൾ ചിന്തിച്ചില്ലേ, അയാളുടെ സുഹൃത്തുക്കളെ അയാൾ ഓർത്തില്ലേ, ഭാര്യ മക്കളെ ഓർത്തില്ലേ എന്നൊക്കെ. അതൊക്കെ ഈ ആത്മഹത്യയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സങ്കീർണതകളാണ്. ആ ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. മറ്റ് നല്ല കാര്യങ്ങളും മറ്റ് ബന്ധങ്ങളും ഒക്കെ ചിന്തിക്കാനോ കണക്ട് ചെയ്യാനോ ആ ഒരു മാനസികാവസ്ഥയെ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ വളരെ ഒരു കൺസ്ട്രക്റ്റഡ് ചിന്തയിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഈ ആത്മഹത്യ ആ ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കുകയാണ്. ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ പോലും വൈകാരികമായിട്ടും റിലേഷൻഷിപ്പിലും ഒക്കെ ഒരു ഡിസ്കണക്റ്റ് വരികയാണ്. അതെല്ലാം ഒരു വലിയ ഈ ഒരു പാത്വേ ആണ്, ഈ ഒരു ഫൈനൽ സ്റ്റെപ്പിലാണ് ഒരു സൂയിസൈഡൽ ആക്ട് അല്ലെ ഒരു സ്വയം ഹത്യയുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു വലിയ റൺവേയിൽ കൂടി ഓടിയിട്ടാണ് ഒരു സന്ദർഭത്തിലെ ഒരു മൊമെൻറ്റിൽ ഇത് സംഭവിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഭാവിയിൽ ഒരു മാനസിക ആരോഗ്യ കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു എമർജിങ് പ്രോബ്ലം എന്ന് തന്നെ പറയാം. നമ്മൾ കേരളത്തിലെ ആത്മഹത്യകളെ പറ്റി പഠിക്കുമ്പം പലപ്പോഴും ഈ ഫാമിലി സൂയിസൈഡ്സ് ഒരു പ്രത്യേക പ്രതിഭാസമായിട്ടുണ്ട്. ഒരു അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ജീവനെടുക്കുന്ന ഒരു പ്രതിഭാസം. അമ്മമാർ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ പ്രസവാനന്തര വിഷാദമൊക്കെ വരുമ്പോഴത്തേക്കിന് കുട്ടികളെയും കൂടെ അവരുടെയും ജീവിതം അവസാനിപ്പിച്ചിട്ട് അമ്മ ജീവിതം അവസാനിപ്പിക്കുന്നു. അതൊക്കെ നമ്മളൊരു ക്രൈം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. പക്ഷെ പലപ്പോഴും ഒരു ചെറിയ കുഞ്ഞും അമ്മയും അവർ രണ്ട് ശരീരമാണെങ്കിലും ഒരു സൈക്കോളജിക്കലി ഒരു സിംഗിൾ ബീയിങ് ആണ്. അതുകൊണ്ടാണ് ഈ അമ്മമാരൊക്കെ പ്രസവത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനൊരു കുറ്റകൃത്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതിനെ നമ്മൾ ഒരു രോഗാവസ്ഥയാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തര വിഷാദം എന്നൊക്കെ പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് വരുമ്പം ഈ മുതിർന്നു കഴിയുമ്പം ചിലപ്പോൾ ഈ ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ കുട്ടികളിൽ അനാഥരായി പോകുമല്ലോ എന്നുള്ള ഒരാശങ്കയിൽ കുട്ടികളെ കൂടെ ആ ഹത്യയിലേക്ക് അല്ലെ
മരണത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ മാതാപിതാക്കൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് സാങ്കേതികമായ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷനുണ്ട്. മറ്റു ചില സിറ്റുവേഷനിൽ കുട്ടികൾ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഇതിൽ ഉൾപ്പെടാതിരിക്കുന്നു എന്നൊരു സമയത്തിൽ സർവൈവേഴ്സ് ആത്മഹത്യ, ഇപ്പോൾ ഒരു അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികളോട് സമൂഹം കാണിക്കുന്ന, ബന്ധുമിത്രാദികളും ഒക്കെ കാണിക്കുന്ന ഒരു സൗമനസ്യം, ആ ഒരു അനുകമ്പ, ആ ഒരു ചേർത്ത് പിടിക്കൽ പലപ്പോഴും ഒരു സൂയിസൈഡൽ ഇതിൽ വരുമ്പം കാണാറില്ല. അപ്പോൾ അതവർക്ക് അപ്പൻ്റെയോ അമ്മയുടെയോ മരണം കൊണ്ടുണ്ടാകുന്ന ട്രോമ, അത് ആ കുട്ടികളുടെ പ്രായത്തെ കൂടി ആശ്രയിച്ചിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ 4-5 ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടിക്കാണെങ്കിൽ ആ ആത്മഹത്യയുടെ ഒരു ഗൗരവം പോലും, അല്ലെ മരണത്തിൻ്റെ ഒരു ഗൗരവം പോലും പൂർണ്ണമായിട്ട് ആ പ്രായത്തിൽ അവർക്ക് മനസ്സിലാകത്തില്ല. പിന്നീട് അവർക്ക് മനസ്സിലായി വരുമ്പോഴും ഒക്കെ അവശേഷിപ്പിക്കുന്നത് വലിയൊരു ട്രോമയാണ്. അപ്പോൾ ആ ഒരു ട്രോമയെ വേണ്ട രീതിയിൽ പ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ കൊടുക്കാനായിട്ടും അവർക്ക് വേണ്ട ഒരു ഫോസ്റ്റർ പേരൻസ്, അല്ലെ മറ്റ് മാതാപിതാക്കളുമായിട്ട് അവരോടുള്ള ഒരു ഔദാര്യം എന്നുള്ളതിനപ്പുറമായിട്ട് അവരെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള കുടുംബ ബന്ധങ്ങൾ നമുക്കിന്ന് കുറവാണ്. അതിനായിട്ടുള്ള ഗവൺമെൻറ് രീതിയിൽ അവരെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് സർക്കാരിൻ്റേതായ സംവിധാനങ്ങളുണ്ടെങ്കിലും ആ ഒരു ഇമോഷണൽ എൻവയൺമെൻറ്റ്, അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള, അവരുടെ മനസ്സിലുണ്ടായ മുറിവിനെ ഉണക്കത്തക്ക രീതിയിലുള്ള ഒരു ട്രോമ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വൈകാരിക അന്തരീക്ഷം ഉൾപ്പെടുന്ന ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്കുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിലും പോരായ്മയുണ്ട്. സമൂഹത്തിൽ ഇന്നിപ്പം വന്നിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ ഡിസ്കണക്റ്റ് മൂലം അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് പലർക്കുള്ളൊരു വിമുഖതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ മാത്രമല്ല, അവർക്ക് വേണ്ട ഇമോഷണൽ എൻവയൺമെൻറ്റ് സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളും സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റമൊക്കെ ഉണ്ടാക്കാനായിട്ട് സർക്കാർ സംവിധാനത്തിൽ അതിന് പരിമിതിയുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെയാണ് ഇപ്പോൾ വിപാസനയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതുപോലുള്ള ഒരല്പം മനുഷ്യസ്നേഹത്തിലും ഈശ്വരവിശ്വാസത്തിലും ഒക്കെ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഒക്കെ അതിനകത്ത് വളരെ സവിശേഷമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഡോക്ടർ, ഈ സാമ്പത്തികമായ പരാധീനതകൾ ഒരുപാട് കുടുംബങ്ങളെ ഇന്ന് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിന് അത് പരിഗണിക്കാൻ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഈ ആത്മഹത്യയുടെ കാരണങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഈ സാമ്പത്തിക കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ എന്നോട് ചോദിച്ചത്. ഇപ്പോൾ സാമ്പത്തിക കാര്യം, ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരുന്നു, അല്ല ലോൺ അടച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കടക്കണിയിൽ കുടുങ്ങി, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു, അല്ലെ ഒരു കുടുംബം, ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്. പക്ഷെ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് ശാസ്ത്രീയമായിട്ട് അവതരിച്ച് കഴിഞ്ഞാൽ ഈ അതുകൊണ്ട് ഇപ്പോൾ ഒരു വളരെ ഒരു കോസ്, ഒരു എഫക്റ്റ്, സാമ്പത്തിക ബുദ്ധിമുട്ട് അതുകൊണ്ട് മരണം വരിച്ചു എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കോസ് എഫക്റ്റ് ഇക്വേഷൻ അല്ല പലപ്പോഴും സംഭവിക്കുന്ന കാര്യം. അതിൻ്റെ പിന്നിൽ കുറേ സങ്കീർണതകളുണ്ടാവാം. ഒരു പ്രോക്സിമേറ്റ് കോസ്, അല്ലെ ഒരു ഇമ്മീഡിയറ്റ് കോസാണ് ഈ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു എന്നുള്ളതോ, അല്ലെ ഒരു കടക്കാരെ വന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ഈ ലാസ്റ്റ് സ്ട്രോ ഓൺ ദ ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അവസാനം കൊണ്ടുവന്ന് വെച്ച ഏതായാലും ഒരു പുൽക്കെട്ട് കൊണ്ട് നടു തകർന്ന് ഒട്ടകം ചത്തുപോയി എന്ന് പറയുന്ന, പക്ഷെ അതിൻ്റെ മുമ്പിൽ അത്രയും ആ ഒരു വലിയ ബേർഡൻ വർഷങ്ങളോളം കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രോസസ്സ് കൊണ്ടാണ് ഈ ഒട്ടകം അവസാനം വെച്ച ഒരു കതിര് കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ അവസാനം വരുന്ന സംഭവങ്ങൾ, അതൊരു അധ്യാപകൻ വഴക്ക് പറയുന്നതോ, അല്ലെ അമ്മ മൊബൈൽ ഫോൺ പിടിച്ച് മേടിക്കുന്നതോ ഒക്കെ പലപ്പോഴും ഈ ലാസ്റ്റ് റോയാണ്. അതിൻ്റെ പിന്നിലേക്കുള്ള ഒരു കാര്യങ്ങൾ, ഡിജിറ്റൽ കോസസ് പലതുമുണ്ട്. സാമ്പത്തിക എന്തുകൊണ്ട് അവരങ്ങനെ ഒരു കടക്കണിയിൽപ്പെട്ടു, അത് പലപ്പോഴും നേരത്തെ പറഞ്ഞ വിഷാദം, രോഗം കൊണ്ട് ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചില തെറ്റായിട്ടുള്ള ശീലങ്ങൾ, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ പദ്ധതികളിലോ സ്കീമിലോ ഒക്കെ ചേരാതെ സ്വകാര്യ ആശുപത്രികളിൽ ചെന്ന് താങ്ങാൻ പറ്റാത്ത ചികിത്സാ ചെലവുണ്ടാക്കിയെടുക്കുന്നു. അല്ലെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യബോധമൊന്നും ഇല്ലാത്ത രീതിയിൽ സ്പെൻഡിങ്ങുകൾ ആഘോഷങ്ങൾക്കായിട്ട് വേണ്ടി, അല്ലെ കുട്ടികളുടെ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇതൊക്കെ ഒരു കാൽക്കുലേഷൻസ് ഇല്ലാതെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ, വിഷാദം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അഡിക്ഷൻ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു രോഗമാണ്. അപ്പോൾ ആ രോഗത്തിൻ്റെ ഭാഗമായിട്ട് ആ രോഗം ചികിത്സിക്കാതെ അയാൾ മദ്യപാനിയാണ്, അല്ലെ അയാൾ ലഹരിക്കടിമയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ
ഞാൻ പറഞ്ഞു വന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരാളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും കടമെഴുതി തള്ളുക എന്നൊക്കെ പറയുന്ന താൽക്കാലിക ആശ്വാസങ്ങൾ ചെയ്യാമെങ്കിലും അപ്പോൾ ഈ സാമ്പത്തികമായ ഒരു അച്ചടക്കം നമ്മൾ വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ പരിശീലിക്കുകയും ഒക്കെ ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ തന്നേതായ ചില രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പേ അയാൾക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയെപ്പറ്റി പഠിക്കുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ആംഗിളിൽ കൂടി അയാൾ എന്തിനാണ് ഏത് പർപ്പസിനായി ലോൺ എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും കൂടെ പഠിക്കാനായിട്ടും ഒക്കെ ഉള്ളൊരു, അത് വീണ്ടും ഒരു ലോൺ എടുക്കാൻ, ഒരു ജെനുവിൻ റീസൺ ഒരു ലോൺ എടുക്കുന്ന ആളുടെ മുമ്പിൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്, ഒരു ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അയാൾക്ക് കിട്ടത്തില്ല. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ എങ്ങനെയും ഒരു സിബിൽ സ്കോർ ഒപ്പിച്ച് വരാമെന്നുണ്ടെങ്കിൽ അത് കിട്ടും അല്ലേ. അങ്ങനെയുള്ള രീതിയിൽ കുറച്ചുകൂടെ ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ ഒരു അസസ്മെൻറ്റും കൂടെ ഒക്കെ ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പരിശീലനവും അതിനുള്ള ഒരു അച്ചടക്കവും അതിനുള്ള ചില മൂല്യങ്ങളും, സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ചില പരിശീലനങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ഫാക്ടേഴ്സ് അതും കൂടെ നമ്മൾ പരിഗണിക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്കൊരു വന്നു അയാളുടെ കടം എഴുതിത്തള്ളുന്നു, അല്ലെ അയാൾക്ക് വേണ്ടി ജപ്തി നോട്ടീസ് അയച്ച ഒക്കെ ബാങ്ക് ഉദ്യോഗസ്ഥനെ തടവിലിടുക എന്നുള്ളതോ ഒക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഒരു നീജർക്ക് റിയാക്ഷൻസാണ്. അപ്പോൾ അതുപോലെ അതിനോടൊക്കെ സൗമനസ്യപൂർവമായ സമീപനമാകുന്നതിൻ്റെ കൂടെ തന്നെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളും കൂടെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഈവൻ പോളിസിയിൽ തന്നെയുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, അതുപോലെ ആത്മഹത്യാ പ്രതിരോധം മുൻനിർത്തി ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് പറയാം. സർക്കാർ തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിലോ ക്യാൻസറിൻ്റെ കാര്യത്തിലോ ഒക്കെ ഗവൺമെൻറ്റിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഒരു കോൺക്രീറ്റ് പാത്തുണ്ട്. ഹൃദ്രോഗം നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കണം, ഷുഗർ നിയന്ത്രിക്കണം, അതിനായിട്ട് ECG ചെയ്യണം. ഇപ്പം അത് വളരെ താരതമ്യേന ലഘുവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആത്മഹത്യ പോലുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോബ്ലംസ് അങ്ങനെ ഒരു കൃത്യമായ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിൽ പോലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സ്കൂളുകളിലെ കൗമാരക്കാരുടെ ഇടയിലും ഒക്കെ സൗഹൃദ ക്ലബ്ബുകളിലൊക്കെ മാനസികാരോഗ്യത്തിന് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുക, അതിന് നിർബന്ധമായിട്ട് അതിനായിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ, പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജീവിത നൈപുണ്യങ്ങളുടെ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് അത് വേണ്ടത്ര ഫലപ്രദമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. എങ്കിൽ പോലും ഈ ജീവിത നൈപുണ്യ പരിശീലനം ഇപ്പോഴേ അത് കൗമാരക്കാരുടെ ക്ലാസ്സുകളിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ക്യാമ്പസുകളിലും ഒക്കെ ചെയ്യുന്നതും ആ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കൂടെ മാനസികാരോഗ്യം, ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടിയാണ് അതിനോട് ചേർന്ന് വരുന്നത്. അപ്പോൾ ലഹരി വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു മാനസികാരോഗ്യം, ഒരു പോസിറ്റീവ് എയിമും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ലോകം മുഴുവൻ ഈ ആത്മഹത്യാ പ്രതിരോധനത്തിന് 2 ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, സർക്കാർ തരത്തിലുള്ള 2 ഇൻ്റർവെൻഷനുകൾക്ക് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന്, ലിമിറ്റിംഗ് ദ മീൻസ് ടു ആക്സസ്, ഈ ആത്മഹത്യ ചെയ്യുന്ന മാർഗങ്ങളിൽ വരുത്തുന്ന ചില നിയന്ത്രണം. ഉദാഹരണം പറഞ്ഞ് കീടനാശിനിയുടെ ഉപയോഗം ഉപയോഗിച്ച് ആണ് ഏറ്റവും കൂടുതൽ ഒരു വലിയ കാരണമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കീടനാശിനി സപ്ലൈ ചെയ്യുന്നതിൽ ആര് എന്ന് ചോദിച്ചാലും കിട്ടും എന്നുള്ള ഒരവസ്ഥ മാറ്റിയിട്ട് അത് ഒരു കർഷകനാണോ ശരിയായ ആവശ്യത്തിനാണോ അയാൾ വാങ്ങുന്നത്, അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ ഭാഗികമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വലിയ വിജയകരമായിട്ടില്ല. പക്ഷേ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ അത് വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയും അത് സൂയിസൈഡ് റേറ്റ്സ് കുറച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ വെടിവെച്ച് മരിക്കുന്നത്, അപ്പോൾ തോക്ക് നിയന്ത്രണം, അപ്പം ഗൺ കൺട്രോളുള്ള സ്റ്റേറ്റുകളിൽ ആത്മഹത്യ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ചാടി മരിക്കുകയൊക്കെ ഉപയോഗിക്കുന്ന ചില സ്പോട്ടുകൾ, അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ആൾ ഇവിടെ മരിച്ചില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി. അങ്ങനെയല്ല, അങ്ങനെ ഒരു ആക്സസ് ടു സൂയിസൈഡൽ ആക്റ്റുകൾ നിയന്ത്രിച്ചാൽ അത് ആത്മഹത്യാ നിരക്കുകൾ കുറച്ച് വരുന്നതായിട്ട് കണക്കുകൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവാം. മറ്റൊന്ന്, വിഷാദം തിരിച്ചറിയുക. ആത്മഹത്യയുടെ പല കാരണങ്ങളുണ്ടെങ്കിലും ഈ വിഷാദാവസ്ഥയാണ് ഈ ആത്മഹത്യാ പ്രതിരോധത്തിൽ ഏറ്റവും മുന്നിൽ. വിഷാദം തിരിച്ചറിയുക, വിഷാദരോഗം, ഡിപ്രഷൻ തിരിച്ചറിയുക, നിരാശ, ഒന്നിലും താല്പര്യമില്ലായ്മയ്ക്കുക, കുറ്റബോധം, ജീവിച്ചാൽ വയ്ക്കേണ്ട, ജീവിതം മടുത്തു, മരിച്ച, അപ്പം ഇങ്ങനെ വരുന്ന ഒരു ചിന്തകൾ വളരെ ശക്തമായിട്ട് വരാനുള്ള ഒരു കാരണം വിഷാദരോഗമാണ്. അപ്പോൾ ആ വിഷാദരോഗത്തിലേക്ക് പോകുന്ന അവസ്ഥ തിരിച്ചറിയാനായിട്ട് ആരോഗ്യപ്രവർത്തകർക്കും മാനസികാരോഗ്യ പ്രവർത്തകർക്കും സമൂഹത്തിലെ തന്നെ അധ്യാപകരെ, നമ്മൾ കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഒരു സുരക്ഷാ ഭടന്മാരെന്ന് നമുക്ക് പറയാവുന്ന നമ്മുടെ സമൂഹത്തിലെ ഒരു നല്ല സോഷ്യൽ നെറ്റ്വർക്കുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം. അപ്പോൾ അവിടെ അധ്യാപകർ,
മറ്റ് വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ലേ കൗൺസിലേഴ്സ് എന്ന് വേണ്ട, ഇപ്പം സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഗേറ്റ് കീപ്പേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വിഷാദം തിരിച്ചറിയാൻ, സാരമില്ല, കുഴപ്പമില്ല, എനിക്കും ഇങ്ങനെയൊക്കെയുള്ള തോന്നലൊക്കെ എനിക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു വിടാതെ, ഒരാൾ വിഷാദത്തിലിരിക്കുകയോ ആത്മഹത്യാ പ്രവണതയുടെ സൂചനകൾ തരുകയോ ചെയ്യുമ്പം അത് തിരിച്ചറിഞ്ഞ്, അതൊരു വിഷാദം തിരിച്ചറിഞ്ഞ്, ആത്മഹത്യാ സൂചനകൾ തിരിച്ചറിഞ്ഞ് അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പ് വേണ്ടി വരുന്നവർക്ക്, അല്ലാത്തപ്പോൾ വരുന്ന ഒരു സോഷ്യൽ, ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ, മുൻവിധിയില്ലാതെ, സ്റ്റിഗ്മ ഇല്ലാതെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിലുള്ള പരിശീലനങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ഈ കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സിനൊക്കെ കൊടുത്ത് വിഷാദം തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ഗവൺമെൻറ്റിൻ്റേതായ ചില ഇനിഷ്യേറ്റീവ്സൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ആത്മഹത്യ, ഇപ്പം വിഭാസനയൊക്കെ ചെയ്യുന്ന വർക്കും വാസ്തവത്തിൽ അതാണ്, നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് അല്ലേ? ഇപ്പം ഡിസ്ട്രസ് ഉള്ള ആൾക്കാർ എന്നെ ആരെങ്കിലും കളിയാക്കുമോ, എന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ എന്ന ശങ്കയില്ലാതെ ആ ഒരു സംസാരിക്കാനായിട്ടൊരു അവസരം, അതൊരു കമ്പാഷനോടുകൂടി കേൾക്കാനുള്ളൊരു അവസരം. അപ്പം അങ്ങനെ കേട്ട് കഴിയുമ്പോൾ അയാൾക്കൊരു വിഷാദത്തിൻ്റെയോ ആത്മഹത്യയുടെയോ, അപ്പോൾ എനിക്ക് തന്നെ അറിയാമല്ലോ, വിഭാസനയിൽ നിന്നൊക്കെ അങ്ങനെയുള്ള വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് മാനസികാരോഗ്യ പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്കും ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ലൈഫ് സേവിങ്ങാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പം, ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കിഡ്നി മാറ്റി വെച്ചോ ഒക്കെ ഒരാളെ നമ്മൾ രക്ഷിക്കുമ്പോൾ നമ്മളൊരു ജീവൻ രക്ഷിക്കുകയാണ്. പക്ഷെ ഒരു ആത്മഹത്യാ പ്രവണതയുള്ള, ഞാൻ മരിച്ചേക്കാം, സ്വയം ഹത്യയിലേക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ നമ്മൾ രക്ഷപ്പെടുമ്പം ഒരു ജീവിതമാണ് നമ്മൾ രക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു പബ്ലിസിറ്റിയോ അതിന് വലിയൊരു മീഡിയ എക്സ്പോഷറോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അത് വളരെ നമ്മളെല്ലാവരും തന്നെ, അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ടല്ല, ഓരോ വ്യക്തികൾക്കും നമ്മുടെ കുടുംബാംഗത്തെ, നമ്മുടെ ഒരു അയൽക്കാരനെ, നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ എല്ലാം കരുതാനായിട്ടുള്ള ഒരു ധാർമ്മികം, നമ്മളൊരു ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവരെ കരുതാനായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഒരാളുടെ ഡിസ്ട്രസ് തിരിച്ചറിയുക, അവരോട് സംസാരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ അവരെ സംസാരിച്ചിട്ട് അവർ ലിസൺ ചെയ്യുക എന്നുള്ളതാണല്ലോ, അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കുക എന്നുള്ളതല്ല. ലിസണിങ് ആൻഡ് കണക്റ്റിംഗ് ദം ടു ദ പ്രോപ്പർ സോഴ്സസ് ഓഫ് പ്രൊഫഷണൽ ഹെൽപ്പ് ആൻഡ് കണക്റ്റിംഗ് ദം ഫോർ സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം. അതിനായിട്ടാണ് ഇങ്ങനെയുള്ള പ്രതിരോധ ദിനങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ മുൻവിധിയില്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, സ്റ്റിഗ്മ ഇല്ലാതെ നമ്മൾ ഇവരെ ഇങ്ങനെ ഈ പ്രവണതയുള്ള വ്യക്തികളെ നമ്മൾ ലിസൺ ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ആത്മഹത്യകളും ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ കേരളത്തിൽ, ഇന്ത്യയിൽ 4ാം സ്ഥാനമാണ് കേരളം നിൽക്കുന്നത്. അത് നമുക്ക് വളരെ അപമാനകരമായ കാര്യമാണ്. മറ്റ് ആരോഗ്യ സൂചികകളിലൊക്കെ നമ്മളിപ്പം കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ലോകത്തിലെ 1ാം നമ്പറാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആത്മഹത്യയിൽ നമ്മൾ ഏറ്റവും മുൻവശത്ത് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ഒക്കെ നമ്മൾ മനസ്സ് തുറന്ന് വാസ്തവങ്ങളെ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യാനുമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം അത് നമുക്ക് നിറവേറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ദിനാചരണങ്ങളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഒരു സ്പിരിറ്റ്. ഇന്നത്തെ ഈ സംഭാഷണത്തിലൂടെ ആത്മഹത്യാ പ്രതിരോധത്തിന് മാനസിക ആരോഗ്യ പിന്തുണ, നിരന്തരമായ ബോധവൽക്കരണ പരിപാടികൾ, കുടുംബത്തിൻ്റെ പിന്തുണ, സർക്കാർ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവ എത്രമാത്രം അനിവാര്യമാണെന്ന് ഡോക്ടർ നമുക്ക് വിശദമാക്കി തന്നു. ആത്മഹത്യയില്ലാത്ത ഒരു സമൂഹത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി ഡോക്ടർ. നമസ്കാരം. നമ്മുടെ സഭയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിപാസന ഇമോഷണൽ സപ്പോർട്ട് സെൻറ്റർ പ്രത്യേകമായും ഈ ആത്മഹത്യാ പ്രതിരോധത്തിനുള്ള ഒരു വേദിയാണ്. വൈകാരിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക്, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക്, മുന്നോട്ടെങ്ങനെ പോകണമെന്നറിയാതെ വിഷമിക്കുന്നവർക്കൊക്കെ വഴികാട്ടിയായി സഭയിൽ വളരെ നിസ്തുലമായി പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിപാസന. അത് നമ്മുടെ മാനവ ശാക്തീകരണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കോട്ടയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഓഫീസായ MGOCSM സ്റ്റുഡൻറ്റ് സെൻറ്ററിലാണ് വിപാസനയുടെ ഓഫീസ്. അവിടെ പലപ്പോഴും നല്ല നല്ല ചർച്ചകളും അനേകം ക്ലാസ്സുകളുമൊക്കെ നടക്കുന്നുണ്ട്. കൂടാതെ വൈകാരിക പ്രക്ഷുബ്ധത അനുഭവിക്കുന്നവർക്ക്, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് നേരിട്ട് വന്ന് 1-to-1 കൗൺസിലിംഗ് നടത്താനുള്ള സൗകര്യമുണ്ട്.
ഫോണിലൂടെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന സൗകര്യവും വിഭാസന ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ തന്നെ ചേർക്കുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.